ഇവന്മാർക്കൊരു പ്രത്യേകത ഉണ്ട്. സ്വന്തം ഓണറെ തിരിച്ചറിയാനുള്ള കഴിവ് ഇവന്മാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവന്മാരെ വളർത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടി തന്നെയാണ്. പല ആൾക്കാരുടെയും ഫേവറേറ്റ് ലിസ്റ്റിൽ ഇവനുണ്ട്. അതാണ് ഹൈലൈറ്റ്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് തന്നെ ഇവനോടൊരു ഇഷ്ടമുണ്ടായിട്ടല്ലേ. അടുത്തത് നിങ്ങൾക്ക് അറിയേണ്ടത് ഈ ഒരു ഫിഷൊക്കെ എവിടെയാണെന്നല്ലേ. SK അക്വ ഫാം, ചെട്ടികുളം, അതായത് കോഴിക്കോടാണ് ലൊക്കേഷൻ വരുന്നത്. ഫാമിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി. അപ്പോൾ ഇന്ന് ഇവിടെ വരാൻ കാരണം ഓസ്കാർ ഫിഷിന് ബ്രീഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം എല്ലാ സ്റ്റേജിലുള്ള കുഞ്ഞുങ്ങളെയും ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു ടാങ്ക് കണ്ടില്ലേ, ഇതിൽ നിന്നാണ് പെയർ സെലക്ട് ചെയ്യുന്നത്. ഇതിലിപ്പം പെയറിനെ എങ്ങനെ മനസ്സിലാവും? അതിനല്ലേ ഈ ഇഷ്ടിക വെച്ച് കൊടുത്തത്. പെയറായ ടീംസൊക്കെ ഇതിലേക്ക് മാറി നിന്നോളും. അതിലൊരു ടൈലും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന്മാർ അതിൽ എഗ്ഗെയിം ചെയ്യും. എന്നിട്ട് ആ ടൈലെടുത്ത് മാറ്റി വെച്ച് വിരിയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ എഗ്ഗ് കാണാൻ പറ്റും. എയറേഷൻ നിർബന്ധമാണ്. ഇനി എഗ്ഗിൽ ഫംഗസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മെത്തിലിൻ ബ്ലോക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 2-3 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ ടൈലിലെ എഗ്ഗ് ചെറുതായിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇതുപോലെ എഗ്ഗെല്ലാം വിരിയാൻ തുടങ്ങി. ടൈലിൻ്റെ താഴെ കണ്ടില്ലേ, ഏകദേശം എല്ലാം താഴെ വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 1-2 ഡേ കൂടെ കഴിയുമ്പോഴത്തേക്ക് ഏകദേശം വൈബ്രേഷൻ കുറച്ചും കൂടെ കൂടും. ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങും. പിന്നെയും 2 ഡേ കഴിയുകയാണെങ്കിൽ ഇതുപോലെ ഓടിക്കളിക്കാൻ തുടങ്ങും. ഇവന്മാർ ഫ്രീസിംഗ് ആയിട്ടില്ല. ഇവന്മാർ ജനിച്ചിട്ട് വലുതാവുന്ന വരെയുള്ള സ്റ്റേജ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതാണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവന്മാരൊന്ന് ഫ്രീസിംഗ് ആവാൻ തുടങ്ങുന്ന ടൈമിലാണ് നമ്മൾ ഇവന്മാർക്ക് ഫീഡ് ചെയ്യാൻ തുടങ്ങുന്നത്. ഈ ഒരു സ്റ്റേജിൽ അതും ഈ ഒരു ടൈമിൽ കൊടുക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് ആർട്ടിമി അസിസ്റ്റ് വിരിയിപ്പിച്ചിട്ടാണ്. എഗ്ഗ് വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾക്ക് ആർട്ടിമി തന്നെയാണ് നല്ലത്. ഇവന്മാരുടെ വയറിൻ്റെ താഴത്ത് ഒരു മഞ്ഞ കളർ കണ്ടില്ലേ, അത് ആർട്ടിമി കേട്ടോ. ഇനി നമുക്ക് ഡേറ്റ് നോക്കാം. 10/3 അന്ന് മാറ്റി വെച്ച എഗ്ഗ് വിരിഞ്ഞതാണ്. ഇനി ഞാൻ വീഡിയോ എടുക്കുന്ന ഡേറ്റ് 15/3. 5 ദിവസത്തെ ഓസ്കാർ ഫിഷിന്റെ ഗ്രോത്ത് ആണിത്. ഇവന്മാരെ ജസ്റ്റ് ഫ്രീസിമാവാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഈ ഒരു ചെറിയ സ്റ്റേജിലൊക്കെ ഇവന്മാരെ നല്ല രീതിയിൽ കെയർ ചെയ്യണം. ഇനി മാർച്ച് 4-ാം തീയതി വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളെ കണ്ടാലോ, നേരത്തെ കണ്ടതിനെക്കാട്ടും ചെറിയൊരു സൈസ് കൂടുതലാണ്. ഇവന്മാരിപ്പം ഫ്രീസിം ആയിട്ടുണ്ട്. ഏകദേശം 2 തവണ ഇവന്മാർക്ക് ആർട്ടിമെ ഫീഡ് ചെയ്യാറുണ്ട്. ഈ ടൈമിലൊക്കെ എയറേഷൻ നിർബന്ധാട്ടോ. ഇനി നമുക്ക് മാർച്ച് 2-ന് വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളെ കാണാം. അവന്മാർ നേരത്തെ കണ്ടതിനെക്കാട്ടും ഒന്നും കൂടെ സൈസായില്ലേ. എന്തായാലും ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? എന്നാൽ പിന്നെ ഫെബ്രുവരിയിൽ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളെ കാണാം. 25th. ഇവന്മാർ കുറച്ചും കൂടെ വലുതായില്ലേ. ഈ ഒരു സ്റ്റേജിൽ ഡീകാപ്ഡ് ആർട്ടിമെ കൊടുത്തു തുടങ്ങും. പെല്ലറ്റ് ഫുഡിലേക്ക് മാറ്റാൻ ഡീകാപ്ഡ് ആർട്ടിമാണ് ഏറ്റവും നല്ലത്. ഇതാണ് 21-ന് ഇറങ്ങിയ കുഞ്ഞുങ്ങൾ. സൈസ് മാറി മോനെ. ഇതിലിപ്പോൾ 4 വെറൈറ്റീൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. പക്ഷേ എല്ലാം ഒരേ സൈസാണ്. ഇതിലും സൈസ് ഡിഫറൻസ് ഉള്ളത് വരും. അവന്മാരെ നമ്മൾ തിരഞ്ഞ് മാറ്റിയിടും. ഷൂട്ടേഴ്സിനെ മാറ്റിയിടുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇവന്മാരുടെ ഗ്രോത്ത് പെട്ടെന്നാണ്. ഈ ഒരു സ്റ്റേജിൽ ഇവന്മാർക്ക് പെല്ലറ്റ് ഫുഡാണ് കൊടുക്കുന്നത്. ഓസ്കാർ ഫിഷിന് എയറേഷനും ഫിൽട്രേഷനും നിർബന്ധമാണ്. ഇവന്മാർ നല്ല രീതിയിൽ ഫുഡ് കഴിക്കും. നല്ല രീതിയിൽ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഇവന്മാരിങ്ങനെ വലുതായി വരികയാണ്. നല്ല രീതിയിൽ കെയർ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും. അതാണ് എനിക്ക് ഇവിടുന്ന് മനസ്സിലായത്. ഇത്രയും നേരം ഇവന്മാരെ നിങ്ങൾ അക്വറിയത്തിലല്ല കണ്ടത്. ഈ ഒരു സൈസ് എത്തിക്കഴിഞ്ഞാൽ ഇവന്മാരെ നേരെ ഗ്രോ ടാങ്കിലേക്ക് ഇറക്കി വിടും. ഇനി ഇവന്മാരുടെ ഗ്രോത്ത് മൊത്തം ഈ ഒരു ടാങ്കിൽ നിന്നാണ്. ആഴ്ചയിൽ ഒരു 20% to 30% വാട്ടർ ചേഞ്ച് കൊടുക്കണം. അങ്ങനെ ഇവന്മാരെ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാം. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ ഒരു SK അക്വ ഫാം. അപ്പോൾ ഈ ഒരു ഓസ്കാർ ഫിഷിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഓണാണ്, ചോദിക്കാം. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ